അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പ്രകമ്പനം തൃശൂർ പൂരവിവാദത്തിലും പ്രതിഫലിക്കുകയാണ്. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ അജിത് കുമാറിന് നിർണായക റോളുണ്ട് എന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ നേരത്തെ തന്നെ പോലീസിന്റെ ഇടപെടലിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന തൃശൂരിലെ CPI നേതാവ് VS സുനിൽകുമാർ പോലീസിനെതിരെ തുറന്നടിച്ചു. പൂരത്തിന്റെ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടെന്ന തന്റെ വാദം ബലപ്പെടുത്തുന്നതാണ് പുറത്തുവന്ന വിവരങ്ങളെന്നാണ് സുനിൽകുമാർ പറയുന്നത്. പോലീസിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് പൂരത്തിന്റെ മേളം നിർത്തിവെപ്പിക്കുന്നു, പന്തലിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നു. ഈ മൂന്ന് കാര്യങ്ങളും അങ്ങനെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന കാര്യമല്ല. രാഷ്ട്രീയമായി തന്നെയാണ് അതിന്റെ പിന്നിൽ, രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് നടന്നില്ല. ഈ സംശയങ്ങളെല്ലാം തീരണമെങ്കിൽ പൂരം അലങ്കോലമായതിനു പിന്നാലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരണം. 1 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംഭവം കഴിഞ്ഞ് 5 മാസമായിട്ടും ഇതുവരേക്കും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് പുറത്തു വിടുകയും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷനോട് കൂടി അവസാനിക്കുന്ന കാര്യമല്ല അത്. അതേസമയം ദേവസ്വങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലായിരുന്നുവെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. മുൻ വർഷങ്ങളിൽ സംഭവിച്ചതുപോലെ ജനങ്ങളെ തടഞ്ഞാൽ ഇത്തവണ പൂരം നിർത്തിവെക്കുമെന്ന് നേരത്തെ തന്നെ യോഗങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെല്ലാം അവഗണിച്ച് ദേവസ്വം ഭാരവാഹികളെ ഉൾപ്പെടെ പോലീസ് തടഞ്ഞതോടെയാണ് പൂരം നിർത്തിവെക്കേണ്ടി വന്നത്. പോലീസിന്റെ ഗൂഢാലോചന ആർക്കുവേണ്ടിയായിരുന്നുവെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പ്രതികരിച്ചു. പോലീസ് മാത്രമല്ല, അതിന്റെ പിന്നിൽ വേറെ ശക്തികളുണ്ട് എന്നുള്ളത് ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞതായിട്ട് കേൾക്കുന്നു. അപ്പൊ അതിലെന്തെങ്കിലും സത്യമുണ്ടാവാം, അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ വരില്ലല്ലോ. ആ സത്യം എന്താന്നുള്ളത് തെളിയട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിച്ച പൂരം വിവാദം പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇടതുമുന്നണിക്കകത്ത് തന്നെ വിഷയം വലിയ തോതിൽ പുകയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.